ഓം ശാന്തി. ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും വേറിട്ട് ഞാൻ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുകയാണ്. ഞാൻ ഒരു ദിവ്യ ജ്യോതി ആത്മാവാണ്. ബാപ്പ് ദാദയുടെ പ്രിയ സന്താനമാണ്. എനിക്ക് ബാപ്പ് ദാദ സംഗമത്തിൽ അനേക ഖജാനകൾ നൽകിയിരിക്കുന്നു. ഞാൻ സർവ പരമാത്മാ ഖജാനകളാലും നിറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് സന്തോഷത്തിൻ്റെ ഖജാനയാണ്. എത്ര ദുഃഖത്തിൻ്റെ അലകളിലും പരിതസ്ഥിതികളിലും ഞാൻ സദാ സന്തുഷ്ടമായിരിക്കുന്നു. ദുഃഖത്തിൻ്റെ അലകൾ എന്നെ സ്പർശിക്കുന്നില്ല. ഞാൻ ദുഃഖത്തിൻ്റെ അലകളിൽ നിന്നും വേറിട്ട് പ്രഭുവിൻ്റെ സ്നേഹിയായിരുന്നു. എത്രത്തോളം വേറിടുന്നുവോ അത്രയും പ്രഭുവിൻ്റെ സ്നേഹിയുമാകുന്നു. ഞാൻ ദുഃഖദായി സംബന്ധങ്ങളിൽ നിന്നും വേറെയായിട്ടിരിക്കുന്നു. പരമാത്മ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. പരമാത്മ സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ഈ സ്നേഹം മറ്റൊരു യുഗത്തിലും പ്രാപ്തമാകില്ല. എത്ര പ്രാപ്തി ചെയ്യണമോ അത്രയും പ്രാപ്തി ചെയ്യുന്നു. ഇപ്പോൾ ഇല്ലെങ്കിൽ മറ്റൊരിക്കലുമില്ല. പരമാത്മാവിനെ ലഭിച്ചു. അവിനാശി സന്തോഷത്തിൻ്റെ ഖജാന ലഭിച്ചു. ഞാൻ ആത്മാ അവിനാശി സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ദയാഹൃദയ ആത്മാവാണ്. സ്വയം പ്രതി ഞാൻ ദയാഹൃദയാണ്. ബ്രാഹ്മണ പരിവാരത്തിൻ്റെ പ്രതിയും വിശ്വത്തിലെ ആത്മാക്കളുടെ പ്രതിയും ഞാൻ ദയാഹൃദയാണ്. ഞാൻ ആദ്യം സ്വയം പ്രതി ദയാഹൃദയായി ആലസ്യവും അസൂയയും വെറുപ്പിൻ്റെ ഭാവത്തെയും ത്യാഗം ചെയ്യുന്നു. ആരുടെ പ്രതിയും വെറുപ്പോ പ്രഭാവമോ ഇല്ല. ഉയർന്നതിലും ഉയർന്ന ഒരു ബാബയുടെ പ്രതി പ്രഭാവിതമാകുന്നു. നിരന്തരം മന്മനാഭവസ്ഥിതിയിലിരിക്കുന്നു. പരമാത്മ സ്നേഹത്തിൽ മുങ്ങിയിരിക്കുന്നു. ഞാൻ ആത്മാവിന് ബാബയുടെ സ്നേഹവും സഹയോഗവും സാമീപ്യവും അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല.
ദയാസാഗരനായ ബാബയുടെ സമാനം ഞാൻ മാസ്റ്റർ ദയാഹൃദയിയാകുന്നു. സദാ ദയാഭാവവും കല്യാണഭാവവും എന്നെ സന്തുഷ്ടമാക്കുന്നു. വിശ്വത്തിലെ ആത്മാക്കൾ വ്യത്യസ്ത പരിതസ്ഥിതികളിൽ മനസ്സും ബുദ്ധിയും സന്തുലനമല്ലാത്തതിനാൽ ദുഃഖികളാണ്. ദയാഹൃദയായ പരമാത്മാവിനെ സർവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു. സത്യപിതാവിനെ അറിയാത്തത് കാരണം ഇഷ്ടദേവനെയും ഇഷ്ടദേവിയെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം പരമാത്മാവിനെ കൂടാതെ ആരിൽ നിന്നും കാരുണ്യം ലഭിക്കുന്നില്ല. ദാതാവ് കേവലം ഒരു പരമാത്മാവാണ്. ബാബയുടെ സഹയോഗി സാഥി ഭുജങ്ങളായി മാസ്റ്റർ ദയാഹൃദയായി വിശ്വപരിവാരത്തിലെ ആത്മാക്കളുടെ മേലെ ദയ കാണിക്കുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ്. എൻ്റെ മാസ്റ്റർ ദയാഹൃദയി രൂപത്തിൽ സ്ഥിതി ചെയ്ത് ഞാൻ വിശ്വത്തിലെ സർവ ദാഹി ആത്മാക്കൾക്ക് എൻ്റെ പവർഫുൾ സങ്കല്പങ്ങളിലൂടെ സുഖശാന്തിയുടെ അഞ്ജലി നൽകി തൃപ്തമാക്കുന്നു. ഞാൻ ഈ പഠിപ്പിലൂടെ ശാന്തിധാമം വഴി സുഖധാമത്തിലേക്ക് പോകുന്നു. ഇതാണെൻ്റെ ലക്ഷ്യം. ഓരോ സെക്കൻഡും പരിധിയില്ലാത്ത സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസവും മറ്റൊന്നിനോട് സാമ്യമില്ല. പുതിയ ദൃശ്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നിശ്ചയബുദ്ധിയായി ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. എനിക്ക് വീട്ടിലേക്ക് പോകണം. അതിനുവേണ്ടി പാവനമാകാനായി പ്രയത്നിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ ആരിലും ദയ കാണിക്കുന്നില്ല. ബാബ ശ്രീമതത്തിലൂടെ വഴി കാണിച്ചു കൊടുക്കുന്നു, ലക്ഷ്മി നാരായണനാക്കുന്നു. ബാബ പറയുന്നു, ഓരോരുത്തരും അവനവൻ്റെ മേലെ ദയ കാണിക്കണം. ദയയില്ലാത്ത രാവണൻ ദുഃഖത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിരിക്കുന്നു. ബാബ വന്ന് കേവലം നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതാണ് ബാബയുടെ ദയ. ഇപ്പോൾ ശ്രേഷ്ഠ ആത്മാവാകാൻ ബാബയിൽ നിന്നും ശ്രീമതം ലഭിച്ചിരിക്കുന്നു. പവിത്രമാകാതെ ദേവതയാകാൻ സാധിക്കില്ല. വിനാശകാലെ വിപരീത ബുദ്ധി വിനശന്തി. ബാബ പുരുഷാർത്ഥത്തിനുള്ള യുക്തികൾ പറഞ്ഞു തരുന്നു. ഇപ്പോൾ തോറ്റുപോയാൽ കൽപ്പകൽപ്പം തോറ്റുപോകും. ശ്രീമതം പാലിക്കാത്തതിനാൽ മുറിവ് പറ്റുന്നു. എനിക്കിപ്പോൾ പതിത ലോകത്തിൽ നിന്നും
പാവന ലോകത്തേക്ക് പോകാനുള്ള മംഗളമുണ്ടാകുന്നു. ഞാൻ സാക്ഷിയായി മറ്റുള്ളവരുടെ പുരുഷാർത്ഥത്തെയും നോക്കുന്നു, അവനവന്റെ പുരുഷാർത്ഥത്തെക്കുറിച്ചും അറിയുന്നു. ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി വീണ്ടും രാജധാനിയിലേക്ക് തിരിച്ചു വരും. ഓർമ്മിക്കാതെ ഒരിക്കലും പാവനമാകാൻ സാധ്യമല്ല. ജ്ഞാനത്തിലൂടെ സമ്പാദിക്കാം, ഓർമ്മയിലൂടെ പവിത്രമാകുന്നു. ഞാനിപ്പോൾ ബാബയെ ഓർമ്മിച്ച് വളരെ സമീപത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ജ്ഞാനസാഗരനാണെങ്കിൽ തീർച്ചയായും ജ്ഞാനം നൽകും. ബാക്കി മുഖ്യമായ കാര്യമാണ് മന്മനാഭവ. സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സ്വയം തന്നെ പരിശോധിക്കുന്നു. ഞാൻ അന്തർമുഖിയായി അവനവനെ തന്നെ പരിശോധിക്കുന്നു. എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ അതിനെ ഹൃദയം കൊണ്ട് പശ്ചാത്തപിച്ച് യോഗബലത്തിലൂടെ മാപ്പ് നൽകുന്നു. ഇതിൽ ഞാൻ സ്വയം പ്രയത്നിക്കുന്നു. ബാബയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് സ്വയം തൻ്റെ മേലെ ദയ കാണിക്കുന്നു. സാക്ഷിയായി മറ്റുള്ളവരുടെയും തൻ്റെയും പുരുഷാർത്ഥത്തെ കാണുന്നു. ഒരിക്കലും അവനവനെ നഷ്ടത്തിലേക്ക് കൊണ്ടുവരരുത്. വിശ്വമംഗളത്തിൻ്റെ ഭാവനയിലൂടെ ഓരോ ആത്മാവിൻ്റെയും സുരക്ഷയുടെ പ്ലാൻ ഉണ്ടാക്കുന്ന സത്യമായ ദയാഹൃദയായി ഭവിക്കൂ. ഇതാണ് ബാബ തന്നിരിക്കുന്ന വരദാനം. കൽപ്പം ജീർണിക്കുക തന്നെ ചെയ്യും. വിഘ്നങ്ങളെ സമാപ്തമാക്കുന്ന ഞാൻ വിശ്വമംഗളകാരിയാണ്, വിഘ്നവിനാശകനാണ്. സങ്കൽപ്പം, വാക്ക്, കർമ്മത്തിൽ ദയാമനസ്കനായി വായുമണ്ഡലത്തിൽ മാറ്റം കൊണ്ടുവരുന്നു. കർമ്മയോഗിയാകാൻ അവർക്കാണ് സാധിക്കുന്നത്. ആരാണോ ബുദ്ധിയുടെ മേലെ ശ്രദ്ധയാകുന്ന കാവൽ ഏർപ്പെടുത്തുന്നത്. ഓം ശാന്തി.